നമ്മുടെ വിൽ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഇന്ന് എടുത്തിട്ടുള്ള ഒരു ട്രേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഏഷ്യ സെഷൻ പകുതി ആയ സമയത്ത് തന്നെ നമുക്കൊരു വിൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൽ ഒരു 0 ലൈൻ ക്രോസ് ഓവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ ഈ ഒരു സ്ട്രെങ്ത്തിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിൽ താഴോട്ട് വന്നു. അത് കാരണം ഞാൻ ഒരു സെഷനും കൂടി വെയിറ്റ് ചെയ്തു. ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഇവിടുന്ന് ഞാനൊരു ഷോർട്ട് ട്രേഡ് എടുത്തു, ചെറിയൊരു ഷോർട്ട് ട്രേഡ്, ഒരു സ്കാൽപ്പായിരുന്നു. അതിന് എൻ്റയർലി ഡിഫറെൻറ്റ് റീസണാണ്. ഇന്ന് ഈവനിങ് ഒരുപാട് ന്യൂസ് ഇവൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു വോളറ്റാലിറ്റി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ എക്സ്പെക്റ്റ് ചെയ്ത വോളറ്റാലിറ്റി ലണ്ടൻ സെഷൻ പകുതി ആയപ്പോഴേക്ക് തന്നെ നമുക്ക് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരുപാട് തവണ മൂവ് ചെയ്തു. ഒരുപാട് ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എല്ലാം അടിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ക്രോസ് ചെയ്തത് രണ്ടാമതും ക്രോസ് ചെയ്തു. സോ മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് ഈ ഒരു രീതിയിലായതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡിനെ കൺസിഡർ ചെയ്തില്ല. ദെൻ നമുക്ക് ഈ ഒരു സ്ട്രെങ്ത്തിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു ബുള്ളിഷ് മൊമെൻ്റ് തന്നു. ഇത്രയും തവണ നമ്മുടെ ഇൻഡിക്കേറ്റർ മുകളിലോട്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ടുള്ള ട്രേഡ് നോക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു മൂന്ന് തവണ നമുക്ക് എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ഒരു ലൈനിന് മുകളിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു. അതായത് ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോമിനൽ yield വീക്കാണ്. സോ ഗോൾഡ് മുകളിലോട്ട് പോകാനാണ് മാക്രോ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഗോൾഡിൽ കറൻ്റ്ലി ഇന്നത്തെ ഡേ ഗോൾഡ് മുകളിലോട്ട് പോകാൻ റിസ്ക് ഫ്രീ ആണ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ടിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇതിൽ എൻട്രി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു 5 മിനിറ്റിലോട്ട് വരുവാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇതൊരു 1 മിനിറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യം കാണിച്ചു തരാം. നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ആക്ച്വലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ല, ഇത് ഒരു സിബി ആണ്, സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി എന്ന് പറയും. ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലെയല്ല, ഇത് ഡിഫറെൻറ്റ് ബിഹേവിയറാണ് ഇതിനുണ്ടാവുക. കാരണം ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ 1-2 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഏരിയനെ നമുക്ക് മാർക്കറ്റിൻ്റെ ബാലൻസ്ഡ് പ്രൈസായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. സോ ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫാളായിരുന്നു. ഐ ടുക്ക് ദിസ് ട്രേഡ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, വീണ്ടും ഫാൾ വന്നു. ഇതൊരു സ്പെഷ്യൽ റെഫറൻസ് ഏരിയ ആണ്, എൻഡോഗ് എന്ന് പറയും. സോ ഇവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് റിജക്ഷൻ എന്നുള്ള രീതിയിൽ മുകളിലോട്ടൊരു മൊമെൻറ്റ് വന്നത്. ഈ ഒരു മൊമെൻറ്റ് കംപ്ലീറ്റ്ലി കിട്ടി. ഈ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ബിയറിഷ്നെസ്സിനെ കംപ്ലീറ്റ്ലി മാറ്റുകയും ചെയ്തു. നമുക്കൊരു ക്യാരക്ടർ ചേഞ്ചും കിട്ടി ഇവിടെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതും കിട്ടി നമുക്ക്. ഇത് ഞാൻ 1 മിനിറ്റിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഡേയിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഈ ഒരു സിബി ആയിരുന്നു. ഈ ഒരു സിബിയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്ന ഉറപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ബേസ്ഡ് ആയിരുന്നു ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. പക്ഷേ നമുക്ക് അപ്പോഴൊന്നും ഈ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടില്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. മുൻപ് 2 തവണ മുകളിലോട്ട് നമ്മുടെ വിൽ സ്പ്രെഡിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും 15 മിനിറ്റിൽ നോക്കണം. 15 മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 2 തവണ വിൽ സ്പ്രെഡ് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതാണ് ഈ ഒരു മൊമെൻറ്റം തിന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ ആയത്. കാരണം ഇന്നത്തെ ഡേ ഇത്രയും ഡിലേ ചെയ്യാൻ കാരണം ഇന്ന് ന്യൂസ് ഇവൻ്റ് ഉള്ളതുകൊണ്ട് വളരെയധികം വോളറ്റൈലായിരിക്കും. അതുകൊണ്ട് ചെറിയ ഒരു തവണ വിൽ സ്പ്രെഡ് 0 ലൈനെ ക്രോസ് ചെയ്ത് കരുതി ചാടി കയറി ട്രേഡ് എടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റിലേക്ക് പോയിട്ട് ഒരുപാട് തവണ മാർക്കറ്റ് വിൽ സ്പ്രെഡ് ക്രോസ് ഓവർ തരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. സോ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഓൾറെഡി നമുക്കിതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഈ ലോനെ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നമുക്ക് എന്ത് വന്നു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു.
ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം വീണ്ടും ഒന്ന് താഴോട്ട് വന്നെങ്കിലും ഈ ഒരു സ്ട്രക്ചറിന് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ തന്നെ മുകളിലോട്ട് വീണ്ടും കണ്ടിന്യൂഷൻ എടുത്തു ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഇക്വിലിബ്രിയം പ്രൈസ് ഏരിയയിലോട്ട് വന്നിട്ട് നേരെ റിജക്ഷൻ എടുത്തു. അപ്പോഴാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ഡയറക്ഷണൽ ട്രേഡ് കൺഫേം ആയത്. സോ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. മാർക്കറ്റിൻ്റെ പല സിറ്റുവേഷനും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഫാളും കൂടി വന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പൊസിഷൻസിൻ്റെ ഒരു 50% ഞാൻ ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്തു. കാരണം ഇന്നത്തെ ന്യൂസ് ഇവൻറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു മൊത്തം ക്വാണ്ടിറ്റി. ബാക്കി 50% മൊത്തമായിട്ട് ഞാനിതാ ഇവിടം വരെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെയാണ് എക്സിറ്റ് ചെയ്തത്. സോ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൽ സ്പ്രെഡിൽ തന്നിട്ടുള്ള ഈ ഒരു സ്ട്രോങ് കൺസിസ്റ്റൻറ്റ് ബുള്ളിഷ് ടേം തന്നെയാണ്. ഇത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ട്രേഡ് ധൈര്യത്തിൽ മുകളിലോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.